السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسولنا محمد وعلى آله وصحبه أجمعين. ما بعد. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم الهمنا مراشد أمورنا وعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ അമലുകളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ സീറയെക്കുറിച്ച് ചെറിയ രീതിയിൽ പറയാനും പഠിക്കാനും ഒക്കെ ഉള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹ്ല് ഫദ്ല് കൊണ്ട് നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ 2 പാർട്ട് പിന്നെ ഒരു ഇൻട്രൊഡക്ഷനും ടോട്ടൽ 3 പാർട്ടായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. ഇത് പാർട്ട് 3 ആണ്. കഴിഞ്ഞ 2 ഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്ത് അതിലെ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്തു. വളരെ സന്തോഷമുള്ളൊരു കാര്യം, പങ്കെടുത്തവരിൽ ഏകദേശം പകുതിയോളം പേര് ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പരീക്ഷണം മാത്രമേ ഉള്ളൂ. കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും അതിൽ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ആളുകൾക്ക് ഒരു ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്ഷൻ കൊടുത്തതിലുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ അത് തെറ്റിപ്പോയത്. അധികം ആളുകളും തെറ്റിച്ചത് അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയുടെ പേര് ചോദിച്ചത് 2-3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് സൽമ, പിന്നെ ഒന്ന് ഉമ്മു സലമ. അതിൽ സൽമയാണ് ശരിയായ ഉത്തരം. സൽമ ബിൻത്ത് അമ്ർ എന്നായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയുടെ പേര്. പക്ഷേ അതിലധികം ആളുകൾ ഉമ്മു സലമ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു പോയിട്ടുണ്ട്. ഉമ്മു സലമ എന്ന് പറഞ്ഞാൽ സഹാബി വനിതയാണ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവരെ വിവാഹം ചെയ്തു. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട വനിതയാണ്, മഹദിയാണ്, നമ്മുടെയൊക്കെ ഉമ്മയാണ്. അവരെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ ഉമ്മു സലമയല്ല, സൽമയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയുടെ പേര്, സൽമ ബിൻത്ത് അമ്ർ. അതാണ് അധിക പേരും കൺഫ്യൂഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് തെറ്റിയിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും ഏകദേശം ഫുൾ മാർക്ക് നേടിയവരാണ്. അള്ളാഹു നിങ്ങൾക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഈ നമ്മൾ ചെറിയ ഒരു സാങ്കേതിക പ്രശ്നം വന്നിട്ട് ആ ചോദ്യത്തിൻ്റെ ടൈം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വീണ്ടും ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ചോദ്യങ്ങൾ പരീക്ഷാക്കിട്ടൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൻ്റെ അഡ്മിനുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് പരിഹരിച്ചു തരും. നിങ്ങളുടെ മാർക്ക് അറിയണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് കിട്ടുന്നതായിരിക്കും. അള്ളാഹു നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമലിൽ കൊണ്ടുവരാനൊക്കെ ഉള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് നടന്ന ലോകപ്രസിദ്ധമായ അങ്ങേയറ്റം പ്രസിദ്ധി ആർജിച്ച ഒരു മഹാസംഭവത്തെ പറ്റിയാണ്. പരിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ചുള്ള ഒരു സൂചന ഉണ്ട് എന്ന് മാത്രമല്ല, ഒരു സൂറത്ത് തന്നെ ഏകദേശം അതിനെക്കുറിച്ച് മാത്രം പറയാനായിട്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന സൂറത്ത് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് അവതരിച്ചത്. അബ്രഹത്ത് എന്ന ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു നേതാവ് അവൻ്റെ വലിയ സേനയുമായിട്ട്, ആ സേനയുടെ പ്രത്യേകത അതിലൊരുപാട് ആനകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആനപ്പട എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ വലിയൊരു സേനയുമായിട്ട് അബ്രഹത്ത് മക്കത്തേക്ക് വരികയും കാബയെ തകർക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്ത ഇതിനെക്കുറിച്ച് ആരാ നോക്കിയോ? അബ്രഹത്ത് അങ്ങനെ വലിയൊരു സൈന്യവുമായിട്ട് മക്കത്തേക്ക് വരികയും കാബയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത സംഭവത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. എന്നാൽ നമ്മൾ കഥ ആരംഭിക്കുന്നത്, ചരിത്രം ആരംഭിക്കുന്നത് അവിടെ നിന്നല്ല. നമുക്കതിനു മുമ്പ് കുറച്ച് ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്. എന്നാൽ മാത്രമേ അബ്രഹത്ത് ആരാണെന്നും അബ്രഹത്ത് എന്തിന് മക്കയെ ആക്രമിക്കാൻ വന്നുവെന്നും അബ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, ആ വാക്കുകളുടെ പ്രാധാന്യത എത്രമാത്രമാണെന്നും
അതിൻ്റെ ഗൗരവം എത്ര വലുതാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ഫ്ലാഷ് ബാക്ക് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത്, ഇപ്പോൾ നമ്മൾ മക്കയുടെയും കാബയുടെയൊക്കെ പരിസരത്താണ് ഉള്ളത്. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് അബ്ദുൽ മുത്തലിബിനെയും അബ്ദുൽ മുത്തലിബ് ചെയ്ത ചില പ്രവർത്തനങ്ങളെയും അവിടെ നടന്ന ആ നാട്ടിൽ നടന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മക്കയിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് പോവുക. നമ്മളിപ്പോൾ പോകുന്നത് യമനിൻ്റെ ഭാഗത്തേക്കാണ്. വർഷങ്ങൾ കുറച്ച് പിന്നോട്ട് നമ്മൾ സഞ്ചരിക്കുക. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ ആ സമയത്തല്ല നമ്മളുള്ളത്. നമ്മൾ കുറച്ചും കൂടി ബാക്കിലേക്ക് പോയി. നബിതങ്ങളുടെ ജനനത്തിന് മുമ്പ് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് യമനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവിടെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം യമനിൽ അന്ന് ഹെമ്യർ ഗോത്രത്തിൽപ്പെട്ട, അതായത് രാജകുടുംബത്തിൽപ്പെടാത്ത സാധാരണക്കാരനായ ഒരാൾ യമനികളുടെ ഭരണം പിടിച്ചെടുക്കുകയും അക്രമപരമായിട്ട് അനീതിപരമായിട്ട് യമനിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും അയാൾ ഭരണം ആരംഭിക്കുകയും ചെയ്തു. അയാളുടെ പേര് ലഖ്നിയ എന്ന ദൂഷനാത്തിർ എന്ന പേരിൽ അറിയപ്പെട്ട ലഖ്നിയ എന്ന പേരുള്ള ഒരു ഹെമ്യർ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് അന്ന് അവിടെ ഭരിച്ചിരുന്നത്. വളരെ ദുസ്വഭാവിയായ, ഒരുപാട് മോശം ഗുണങ്ങളുള്ള അക്രമകാരിയായ ഒരു ഭരണാധികാരിയായിരുന്നു ദൂഷനാത്തിർ. അയാൾ ഈ യമനിനെ ഭരിക്കുന്ന സമയത്ത് അയാൾക്കുണ്ടായിരുന്ന ഒരുപാട് മോശം ഗുണങ്ങളിൽ ഏറ്റവും വളരെ മോശപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ അയാൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത ചെയ്തിരുന്ന മോശം പ്രവർത്തനം അയാൾ ചെയ്തിരുന്നു. സ്വർഗ്ഗരതിയിൽ ഏർപ്പെട്ടിരുന്നു. എന്ന് മാത്രമല്ല, അയാളുടെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഈ രാജകുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടി പിൽക്കാലത്ത് രാജാവാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞാൽ അയാൾ ആ കുട്ടിയെ ഏകദേശം ആ കുട്ടിത്തം മാറി യുവത്വത്തിലേക്ക് കടക്കുന്ന ആ സമയത്ത്, ഗുലാം എന്ന് പറയുന്ന ആ പ്രായത്തിലെത്തുന്ന സമയത്ത് ആ കുട്ടിയെ തൻ്റെ അടുക്കലേക്ക് വിളിപ്പിക്കുകയും തനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിലേക്ക് കയറുകയും ആ കുട്ടിയുമായി സ്വർഗ്ഗരതിയിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. കാരണം ആ കുട്ടിയെ കൊല്ലുന്നതിന് പകരം സ്വർഗ്ഗരതിയിൽ ഏർപ്പെട്ടാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു രീതി, സ്വർഗ്ഗരതിയിൽ ഏർപ്പെടപ്പെട്ട ഒരാൾ ഒരിക്കലും രാജാവാകുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായ ഒരു കാര്യമാണ് അയാൾ ചെയ്തത്. തൻ്റെ രാജാധിപത്യം തട്ടിയെടുക്കുമെന്ന് താൻ പേടിക്കുന്ന ഓരോ കുട്ടിയെയും, അല്ലെങ്കിൽ ഓരോ കുട്ടിത്തം മാറി ആ കുട്ടി ഏകദേശം യുവാവാകാൻ അടുക്കുന്ന സമയത്ത് ഇയാളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും രാജാവാകാനുള്ള അവൻ്റെ യോഗ്യതയെ തകർക്കുകയും ചെയ്യുമായിരുന്നു. പണ്ട് ഫിർഔൻ ചെയ്തത് തനിക്ക് ഭീഷണിയാകുന്ന മുഴുവൻ ഇസ്രായേലി മക്കളെയും കൊന്നൊടുക്കുകയാണ് ചെയ്തതെങ്കിൽ ഇയാൾ ചെയ്തിരുന്നത് വേറൊരു രീതിയിലാണ്, വേറൊരു രീതിയാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വളരെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളായിരുന്നു ഈ ദൂഷനാത്തിർ എന്ന് പറഞ്ഞ ആൾ. അയാൾ സാധാരണ ഒരു കുട്ടിയെ അയാളുടെ റൂമിലേക്ക് കൊണ്ടുവന്നാൽ, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നാൽ ഈ മോശം പ്രവൃത്തിയിൽ ഏർപ്പെടും. പുറത്ത് അവൻ്റെ പട്ടാളങ്ങളും അവൻ്റെ പരിവാരങ്ങളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിന് ശേഷം അവൻ്റെ വായിൽ ഒരു മിസ്വാക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ചരിത്രത്തിൽ അതൊക്കെ വളരെ വിശദമായി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പരിപാടി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ആ കുട്ടി വന്ന വാഹനത്തിൻ്റെ മൂക്കും വാലും ഇവർ മുറിച്ച് കളയും. എന്നിട്ട് വളരെ മോശമായ അറത്തുബുൻ അം യാബിസു എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഒന്നും അർത്ഥം ഞാൻ തൽക്കാലം വെക്കുന്നില്ല, എന്താ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പരിഹസിച്ച് ചോദിച്ചുകൊണ്ട് വളരെ നിന്ദ്യനാക്കിയിട്ടായിരുന്നു ആ യുവാവിനെ അവർ തിരിച്ചയക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ രാജകുടുംബത്തിൽ ദൂനുവാസ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇപ്രകാരം ഏകദേശം യുവത്വത്തിൻ്റെ ആ പ്രായത്തിലേക്ക് എത്തി. ഈ ദൂനുവാസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയും കൂടി ഈ പ്രായത്തിലെത്തി എന്നറിഞ്ഞപ്പോൾ ദൂഷനാത്തിർ അയാളെ വിളിപ്പിച്ചു തൻ്റെ കൊട്ടാരത്തിലേക്ക് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്, ഈ മോശം പ്രവൃത്തിയിൽ വിധേയമാക്കാൻ വേണ്ടിയിട്ട്. ഈ ദൂനുവാസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെ പോലെ ആയിരുന്നില്ല. കുറച്ച് ബുദ്ധിയും തൻ്റെ ഇടവും കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു നല്ല ഒത്തിണങ്ങിയ എല്ലാവിധ ഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ദൂനുവാസിന് കാര്യം മനസ്സിലായി, തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ദൂനുവാസ് പോകുന്ന സമയത്ത് തൻ്റെ കാലിൻ്റെയും ചെരുപ്പിൻ്റെയും ഇടയിൽ ഒരു കടാര ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ആ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറി ബെഡ്റൂമിൻ്റെ അകത്ത് പ്രവേശിച്ചു. ഈ ദൂഷനാത്തിർ ഈ മോശം പ്രവൃത്തിക്ക് വേണ്ടി ദൂനവാസിനെ വിധേയനാക്കാൻ പോകുന്ന സമയത്ത് താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി പുറത്തേക്കെടുത്തിട്ട് ദൂഷനാത്തിറിനെ വയറ്റിൽ കുത്തുകയും അയാളുടെ തല അങ്ങ് മുറിച്ചെടുത്ത് കൊല ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഈ മുറിച്ചെടുത്ത തല അയാൾ സാധാരണ പരിപാടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന് ഇങ്ങനെ എത്തി നോക്കാറുണ്ടായിരുന്ന ഒരു വെൻറ്റിലേഷൻ ഉണ്ട്. ആ വെൻറ്റിലേഷൻ്റെ അവിടെ മുറിച്ചെടുത്ത തല കൊണ്ടുവെക്കുകയും ആ തലയിൽ പണ്ടത്തെ ആ മിസ്വാക്ക് ഇങ്ങനെ തിരികെ കയറ്റി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം പുറത്ത് ഈ സൈനികരും പരിവാരങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അവരെ കാർപ്പൂളിയോടുകൂടി ആ പരിഹസിച്ചുകൊണ്ട് അറത്തുബുന്നം യബാസ്, നീ നിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിച്ചോടാന്നൊക്കെ ചോദിച്ച് കളിയാക്കാൻ തുടങ്ങി. ആ സമയത്ത് ദൂനുവാസ് പറഞ്ഞു, എന്നോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്,
നിങ്ങൾ അവിടെ ഒരു തലയുണ്ടാവും, ആ തലയോട് തന്നെ ചോദിച്ചു നോക്കുക അവൻ്റെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ നടന്നു പോകും. ഈ പട്ടാളക്കാർ ഓടി വന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ഈ മിസ്വാക്കം കടിച്ചു പിടിച്ചുകൊണ്ട് തല മാത്രം ഈ വെന്റിലേഷനിൽ ഇരിക്കുന്നതാണ് അവർ കാണുന്നത്. ഏതായാലും ആ നാട്ടുകാർ ഈ വിവരം അറിഞ്ഞപ്പോൾ അവരെല്ലാവരും സൂനുവാസിനെ തേടിപ്പോയി. തങ്ങളെ ഇത്രയും അക്രമകാരിയായ ഭരണാധികാരിയിൽ നിന്ന് രക്ഷിച്ച സൂനുവാസ് തന്നെ ആയിരിക്കണം ഇനി യമനിൻ്റെ ഭരണാധികാരി എന്നവർ തീരുമാനിക്കുകയും അയാളെ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സൂനുവാസ് യമനിൻ്റെ ഭരണാധികാരിയായി. ഇപ്പോൾ നമ്മളുള്ളത് സൂനുവാസിൻ്റെ കാലഘട്ടത്താണ്. അയാൾ നല്ല രീതിയിൽ ഭരിക്കുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അയാൾ യഹൂദ മതത്തിലേക്ക് മതം മാറി. അദ്ദേഹം പിന്നീട് യൂസുഫ് എന്ന പേര് സ്വീകരിക്കുകയും യഹൂദനാകുകയും ചെയ്തു. ചില ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ കുറച്ചും കൂടി കഴിഞ്ഞ് ഭ്രാന്ത് അധികരിച്ചിട്ട് അവസാനം സ്വന്തമായിട്ട് താൻ തന്നെയാണ് റബ്ബ് എന്ന് വാദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയെന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, ഫിറഔനെ പോലെയൊക്കെ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിലേക്ക് അയാൾ മാറി. അതിനുശേഷം അയാളുടെ അക്രമങ്ങളും അതേപോലെ തന്നെ വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്താണ് അവിടെ ക്രിസ്ത്യാനിസം വ്യാപിക്കുന്നതും സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളായ ആളുകൾ ഇയാളുടെ ശത്രുവായിട്ടൊക്കെ മാറുന്നതും. ഈ സമയത്ത് വേറൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ആ സംഭവം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു സിയാക്കിലാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് ആ സംഭവം വരുന്നത്. അന്ന് നടന്ന സംഭവം, ഈ രാജാവിന് ഒരു സാഹിർ ഉണ്ടായിരുന്നു, മരണക്കാരൻ. ഇനി പറയാൻ പോകുന്ന സംഭവം ഇമാം അഹ്മദ്, മുസ്ലിം, തിർമിദി റഹിമഹുമുല്ലാഹു ജമിയ ഇവരൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത സംഭവമായത്. നിങ്ങളുടെ മുൻകാലത്ത് ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ വെച്ച് മുമ്പിലിരിക്കുന്ന സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ ഒരു സാഹിർ ഉണ്ടായിരുന്നു, മാരണക്കാരൻ. അന്ന് കൊട്ടാര വിദൂഷകൻ എന്നൊക്കെ പറയുന്നത്, കൊട്ടാര വൈദ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ കൊട്ടാര മാരണക്കാരനും ഉണ്ടാവും. ഒരു കൊട്ടാരത്തിലൊരു സാഹിർ ഉണ്ടാവും. ആ സാഹിറിന് വയസ്സായപ്പം അയാൾ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജാവ് എനിക്ക് വയസ്സായി, എൻ്റെ ഈ വിദ്യയൊക്കെ അറിയുന്ന അടുത്തൊരാൾ വരാൻ സമയമായി. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയെ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ അവനിക്ക് എൻ്റെ വിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് തൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സമർത്ഥനായ ഒരു കുട്ടിയെ തിരഞ്ഞെടുത്തിട്ട് ആ സാഹിറിൻ്റെ അടുക്കലേക്ക് അയക്കാൻ തുടങ്ങി. അപ്പോൾ ദിവസവും ഈ കുട്ടി സാഹിറിൻ്റെ അടുക്കൽ ആ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വരും. വരുന്ന വഴിക്ക് ഒരു പുരോഹിതൻ താമസിക്കുന്നുണ്ടായിരുന്നു, ഒരു റാഹിബ്. പുരോഹിതന് അറബിയിൽ റാഹിബ് എന്നാണ് പറയാം. ഒരു പുരോഹിതൻ താമസിക്കുന്നുണ്ടായിരുന്നു. ആ പുരോഹിതൻ യഥാർത്ഥ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളായിരുന്നു. അതായത് ഷിർക്കൊന്നും കടന്നുകൂടാത്ത തൗഹീദിൽ അധിഷ്ഠിതമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് ആരാധിച്ചിരുന്ന ഈസാ നബി പ്രചരിപ്പിച്ച യഥാർത്ഥ ദീനിൽ അടിയുറച്ച് നിന്നിരുന്ന കുറച്ച് ആളുകൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ഈ റാഹിബ്. ഈ കുട്ടി എപ്പോഴും സാഹിറിൻ്റെ അടുക്കലേക്ക് പോകുന്ന വഴിക്ക് റാഹിബിനെ കാണുകയും റാഹിബ് പറയുന്ന ഓരോ കാര്യങ്ങളിൽ കുട്ടി ആകൃഷ്ടരാകുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സാഹിറിൻ്റെ അടുക്കൽ പോകുന്ന വഴിക്ക് ഈ റാഹിബിൻ്റെ അടുക്കൽ കയറി റാഹിബിൻ്റെ അടുക്കൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കിയൊക്കെ ചെയ്തിട്ടാണ് സാഹിറിൻ്റെ അടുക്കലേക്ക് പോയത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്നും സാഹിറിൻ്റെ അടുക്കൽ ലേറ്റായിട്ട് പോയാൽ അവിടുന്ന് അടി കിട്ടും, തിരിച്ച് വീട്ടിലേക്ക് ലേറ്റായിട്ട് വരുന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും അടി കിട്ടും. സാഹിറിനോട്, ഈ റാഹിബിനോട് ഈ കുട്ടി പോയിട്ട് പരാതി പറയും, എനിക്ക് എപ്പോഴും ഇങ്ങനെ അടി കിട്ടുന്ന, അങ്ങേ അടുക്കൽ വന്നിട്ട് ഇൽമ് നേടുന്നതിൻ്റെ പേരിൽ. ഇതൊക്കെ മുസ്ലിമിൻ്റെ റിവായത്തിലുള്ള കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന സംഭവം ഇത്. അപ്പോൾ റാഹിബ് പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, സാഹിറിൻ്റെ അടുക്കൽ എത്തിയിട്ട് എന്താ നീ ലേറ്റായെന്ന് ചോദിച്ചാൽ നീ പറ കുടുംബക്കാരെന്നെ പിടിച്ചു വെച്ചു അതുകൊണ്ടാണ് ലേറ്റായെന്ന് പറ. ഇനി കുടുംബക്കാരുടെ അടുക്കെത്തുമ്പം എന്തുകൊണ്ടാണ് നീ ലേറ്റായെന്ന് ചോദിച്ചാൽ സാഹിറിൻ്റെ അടുക്കൽ കുറച്ച് താമസിച്ചു പോയി, നേരം വൈകിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായത് എന്ന് കുടുംബക്കാരോട് പറഞ്ഞാൽ മതി, പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി ഈ റാഹിബിൻ്റെ അടുക്കൽ പോകലും പഠിക്കലും ഒക്കെ ഇങ്ങനെ തുടർന്നു പോയി. ഒരിക്കൽ ഈ കുട്ടി പഠിക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ആ വഴിയിൽ ഒരു വലിയ മൃഗം, ഒരു വലിയ ജീവി ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ സാധിക്കാത്ത തരത്തിൽ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നത് കണ്ടു. ആ സമയത്ത് കുട്ടി ഇങ്ങനെ പറഞ്ഞു, അൽയൗമ അഅലമു അംറു സാഹിരി അഹബ്ബു ഇലല്ലാഹി അം അംറു റാഹിബ്. ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കും, അള്ളാഹുവിനും കൂടുതൽ ഇഷ്ടം ഈ മാരണക്കാരനെയാണോ, ഈ സാഹിറിനെയാണോ, അതല്ല ഈ പുരോഹിതനെയാണോ, ഈ റാഹിബിനെയാണോ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കും എന്ന് ഈ കുട്ടി പറയുകയും ഒരു കല്ലെടുക്കുകയും എന്നിട്ട് ഇപ്രകാരം ദുആ ചെയ്യുകയും ചെയ്തു, അല്ലാഹുമ്മ ഇൻ കാന അംറു റാഹിബി അഹബ്ബു ഇലൈക് വ അർളാ മിൻ അംരി സാഹിർ ഫഖ്തുൽ ഹാദിഹി ദാബ ഹത്താ യുജാവിസുൻ നാസ്. അള്ളാഹുവേ, നിനക്ക് സാഹിറിൻ്റെ കാര്യത്തേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ റാഹിബിൻ്റെ കാര്യമാണെങ്കിൽ ഈ കല്ലുകൊണ്ട് ഈ വലിയ ജീവിയെ നീ കൊല്ലുകയും ജനങ്ങൾക്കൊരു സമാധാനം നൽകുകയും ചെയ്യണമേ നാഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുട്ടി ആ വലിയ ജീവിക്കെതിരെ ഈ കല്ലിങ്ങനെ എറിഞ്ഞു. കല്ല് നേരെ പോയിട്ട് ആ ജീവിയുടെ ദേഹത്ത് കൊള്ളുകയും ആ ജീവി മരണപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഈ കുട്ടിക്ക് ഉറപ്പായി റാഹിബ് തന്നെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്വീകാര്യമുള്ള ആൾ എന്ന് ഉറപ്പായി.
കുട്ടി നേരെ റാഹിബിൻ്റെ അടുക്കൽ, പുരോഹിതൻ്റെ അടുക്കൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പുരോഹിതൻ പറഞ്ഞു, ഐ ബുനയ്യ അൻത അഫ്ളലു മിന്നി, മോനെ ഇന്ന് നീ എന്നേക്കാൾ ഉയർന്ന ദറജയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനക സതുബ്തല, നീ പിന്നീട് പരീക്ഷിക്കപ്പെടും. കാരണം അള്ളാഹുവിൻ്റെ ദീനിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്നവരൊക്കെ ഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നീയും എന്തായാലും പരീക്ഷിക്കപ്പെടും. ഫൈനുബ്തുലീത ഫലാ തദുല്ല അലൈഹി, നിന്നെ പരീക്ഷിക്കപ്പെട്ടാൽ, നിന്നെ പിടിക്കപ്പെട്ടാൽ ഒരിക്കലും നീ എന്നെക്കുറിച്ച് ആരോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്ന് റാഹിബ് വസിയത്ത് ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഈ കുട്ടി അന്ന് കുഷ്ഠരോഗവും വെള്ളപ്പാണ്ടും അതുപോലെ അന്ധതയുമൊക്കെ ബാധിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് ഈ കുട്ടിയുടെ സബബായിട്ട് ആളുകൾക്ക് പലർക്കും രോഗം മാറാൻ വേണ്ടി തുടങ്ങി. ഈസാ നബിയെ പോലെ നേരിട്ട് തടകിയിട്ട് മാറ്റുന്നതല്ല, കുട്ടിയുടെ അടുക്കലേക്ക് ആളുകൾ വരും, ആളുകൾക്ക് വേണ്ടിയിട്ട് കുട്ടി ദുആ ചെയ്യും, ദുആ സ്വീകരിക്കപ്പെട്ടിട്ട് അവരുടെ രോഗം മാറുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കണ്ണിന് അന്ധത ബാധിച്ചു. അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അയാൾ നാട്ടിലിങ്ങനെ സംസാരമൊക്കെ കേട്ടു, ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി രോഗങ്ങളൊക്കെ ഷിഫാക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പം അയാൾ ഒരുപാട് ഹദിയകൾ ഒരുമിച്ച് കുട്ടിയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മകനെ നീ എനിക്ക് ഷിഫ ആക്കി തന്നാൽ, എൻ്റെ കാഴ്ച തിരിച്ചു തന്നാൽ ഇത് മുഴുവനും ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് കുട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, ഈമാനിൻ്റെ തൗഹീദിൻ്റെ വലിയൊരു പാഠം. ആ കുട്ടി പറഞ്ഞു, മാ അന അഷ്ഫി അഹദൻ, ഞാൻ ഒരാളെയും ഷിഫാക്കുന്നില്ല. ഇന്നമാ യശ്ഫില്ലാഹു അസ്സ വജൽ, ഷിഫ നൽകുന്നത്, ശമനം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു അക്ബർ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു കഴിവ് കിട്ടിയാൽ പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ പേരിൽ വലിയ ആളാകുക, ഒരു പൈസ നിശ്ചയിക്കുക, ആളുകളെടുക്കുന്ന പൈസ വാങ്ങുക, നമ്മൾ അത് നമ്മളതാണ് എന്ന് വാദിക്കുക. പിന്നീട് അള്ളാഹു കാക്കട്ടെ ചിലർ ആൾദൈവമായിട്ട് തന്നെ മാറുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈമാൻ അടിയുറച്ച കുട്ടിയായിരുന്നു. ആ കുട്ടി പറഞ്ഞു, ഞാൻ ആർക്കും ഷിഫ കൊടുക്കുന്നൊന്നുമില്ല, ഷിഫ കൊടുക്കുന്നത് ആരാ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നീ ആ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹു ദുആ സ്വീകരിക്കും, അത്രമാത്രമേ ഇതിലെനിക്ക് പങ്കുള്ളൂ എന്ന് പറഞ്ഞു. അയാൾ വിശ്വസിക്കാൻ തയ്യാറായി, വിശ്വസിച്ചു. ഈ കുട്ടി അയാൾക്ക് വേണ്ടി ദുആ ചെയ്തു. അയാളുടെ കണ്ണ് ശരിയായി, കാഴ്ച തിരിച്ചു കിട്ടി. ഭയങ്കര സന്തോഷം അയാൾക്ക്. പിറ്റേന്ന് അയാൾ രാജസന്നിധിയിൽ പോയി ഇരിക്കുന്നു, രാജാവിൻ്റെ അടുക്കൽ കാണപ്പെടുന്നു. രാജാവ് നോക്കുമ്പോൾ ഇയാളുടെ കാഴ്ച തിരിച്ചു വന്നിട്ടുണ്ട്. രാജാവ് ചോദിച്ചു, യാ ഫുലാൻ മൻ റദ്ദ അലൈക ബസറക്, ആരാണ് നിൻ്റെ ഈ കാഴ്ച നിനക്ക് തിരിച്ചു തന്നത്? അയാൾ തെല്ലും പതറാതെ അട്ടിയുറച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവ്. ഖാല അന, അയാൾ ചോദിച്ചു, നിൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഞാനല്ലേ നിൻ്റെ റബ്ബ്? നമ്മൾ പറഞ്ഞു അയാൾക്ക് റുബൂബിയത്തിൻ്റെ വരെ വാദമുണ്ട് എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഞാനാണോ നിനക്ക് തന്നത്? ഖാല ലാ റബ്ബി വറബ്ബുക്, അല്ലാഹ്, നീയല്ല, മറിച്ച് എൻ്റെയും നിൻ്റെയും ഒരു രക്ഷിതാവുണ്ട്, അള്ളാഹു. ആ അള്ളാഹു ആണ് എനിക്ക് കാഴ്ച തിരിച്ചു തന്നത്. രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു, വലക റബ്ബുൻ ഗൈരി, ഞാനല്ലാത്ത വേറൊരു റബ്ബ് നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതെ, നഅം റബ്ബി വറബ്ബുക അല്ലാഹ്, എനിക്ക് എൻ്റെയും നിൻ്റെയും ഒക്കെ രക്ഷിതാവായ അള്ളാഹു ആണ് എനിക്ക് കാഴ്ച തിരിച്ചു തന്നത് എന്ന് അയാൾ പറഞ്ഞു. ഈ രാജാവ് അയാളെ ശക്തമായ ശിക്ഷയ്ക്ക് വിധേയമാക്കി. ശിക്ഷിച്ച് അവസാനം ഗത്യന്തരമില്ലാതെ അവസാന സ്റ്റേജിൽ ഇയാൾ അറിയാതെ കുട്ടിയുടെ പേര് പറഞ്ഞു. രാജാവ് കുട്ടിയെ വിളിപ്പിച്ചു. കുട്ടിയോട് ചോദിച്ചു, കുട്ടി, നീ നിൻ്റെ സിഹർ പഠിച്ച് നീ ഇപ്പോൾ അവസാനം പലർക്കും ഷിഫ നൽകുന്നുണ്ട് എന്ന് ഞാൻ കേട്ടല്ലോ. നിൻ്റെ സിഹർ അത്രയും നല്ല രീതിയിൽ എത്തിയല്ലേ? നിന്നെ ഞാൻ സിഹർ പഠിപ്പിക്കാൻ അയച്ചിട്ട് അതൊന്നും വെറുതെ ആയില്ലല്ലോ. നിൻ്റെ സിഹർ ഉപയോഗിച്ചിട്ട് നീ ഇങ്ങനെ ഇത്രയും വലിയ ഷിഫ ഒക്കെ നൽകുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെയും ആവർത്തിച്ചു, മാ അഷ്ഫി അന അഹദൻ, ഞാൻ ഒരാൾക്കും ഷിഫ നൽകുന്നില്ലല്ലോ. ഷിഫ നൽകുന്നത് എൻ്റെ റബ്ബാണ്. അയാൾ ചോദിച്ചു, ആര്? ഞാനോ? അല്ല, നിന്നെയും എന്നെയും ഒക്കെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബായ അള്ളാഹു ആണ് എന്ന് പറഞ്ഞു. ആ കുട്ടിയെയും ഇയാൾ ശക്തമായ ശിക്ഷയ്ക്ക് വിധേയമാക്കി. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ ശിക്ഷയിൽ അകപ്പെട്ടുകൊണ്ട് സ്വബോധത്തോടുകൂടി, ഒരുപക്ഷെ സ്വബോധത്തോടു കൂടി പോലും ആയിരിക്കില്ല, അത്രയും വലിയ ശിക്ഷ നൽകിയത്. ആ ശിക്ഷയിൽ അകപ്പെട്ടിട്ട് അവസാനം ഈ കുട്ടി അറിയാതെ റാഹിബിൻ്റെ പേര് പറഞ്ഞു. ആ റാഹിബിനെ രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. രാജാവിന് മനസ്സിലായി ഇവർ വേറൊരു ദീനിലാണ് ഉള്ളത്, ഇവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, അടിയുറച്ച തൗഹീദിൻ്റെ മേലാണ് ഇവർ നിലകൊള്ളുന്നത് എന്നൊക്കെ രാജാവിന് മനസ്സിലായി. രാജാവ് റാഹിബിനോട് തൻ്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു. റാഹിബ് തയ്യാറായില്ല. അങ്ങനെ ഈ റാഹിബിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ആ റാഹിബിൻ്റെ തലയിൽ ഒരു ഈർച്ചവാൾ വെക്കുകയും നടുക്കി ഇങ്ങനെ മുറിക്കുകയും ചെയ്തു. രണ്ട് പിളർത്ത് ഇങ്ങനെ വെച്ചിട്ട് നടുക്ക് ഇങ്ങനെ ആ ഈർച്ചവാൾ വെച്ചിട്ട് മുറിച്ചു. റാഹിബ് രണ്ട് കഷ്ണമായി പിളർന്നു പോയിന്ന്. അല്ലാഹു അക്ബർ.
ദീനിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന യാതന. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ട, സങ്കല്പിക്കേണ്ട ഒരു രംഗമുണ്ട് കേട്ടോ. ഇത് ആര് പറയുന്ന സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവം. ആരോടാ പറയുന്നത്? സഹാബാക്കൾക്കാണ് പറയുന്നത്. അവരൊരുപാട് ത്യാഗങ്ങളും പീഡനങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ആശ്വാസമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. ഈ സദസ്സിൽ കേൾക്കുന്നവരിൽ, ശ്രോതാക്കളിൽ ആരുണ്ട് തൻ്റെ സ്വന്തം കൺമുന്നിൽ വെച്ച് ഗുഹ്യഭാഗത്ത് കുന്തത്തിൻ്റെ കുത്തേറ്റ് മരിച്ച മരണം കാണേണ്ടി വന്ന, സ്വന്തം ഉമ്മയുടെ മരണം കാണേണ്ടി വന്ന അമ്മാർ ഇബ്നു യാസിറുണ്ട്. ഉപ്പയുടെ മരണം കാണേണ്ടി വന്ന അമ്മാർ ഇബ്നു യാസിറുണ്ട്. അമ്മാർ ഇബ്നു യാസിറിന് തന്നെ സ്വന്തമായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചുട്ടുപഴുത്ത മണൽത്തരിയിൽ മലർത്തിക്കിടത്തിയിട്ട് ഭാരമുള്ള ഒരു കല്ലെടുത്ത് നെഞ്ചിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് ഉണ്ട് ഈ സദസ്സിൽ. ഒരു കത്തിയരിയുന്ന കനലിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ വലിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പഴുപ്പിച്ചതിൻ്റെ പേരിൽ ശരീരത്തിൽ നിന്ന് രക്തവും ചലവും ഇറ്റി വീണ് ആ തീ കടുമാറ് തരത്തിൽ പഴുത്തുപോയ അല്ലെങ്കിൽ വെന്തുപോയ ഖബ്ബാബിനെ പോലെയുള്ള സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് ഇത് കേൾക്കുന്നുണ്ട്. ആ രംഗം ഒന്ന് ആലോചിക്കുക. അവർക്ക് ആശ്വാസമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിന്നാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരും. അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെ റാഹിബിനെ 2 കഷ്ണാക്കിയിട്ട് പിളർത്തി. അതിനുശേഷം ആ കാഴ്ച തിരിച്ചു വന്ന ആ രാജാവിൻ്റെ ഉറ്റ തോഴനുണ്ടായിരുന്നല്ലോ, രാജാവിൻ്റെ അടുത്ത ആൾ, രാജസന്നിധിയിൽപ്പെട്ട ആൾ, അയാളെ കൊണ്ടുവന്നു. അയാളോട് അയാളുടെ ദീനിൽ നിന്ന് മാറാൻ പറഞ്ഞു. അയാളും വിസമ്മതിച്ചു. അയാളെയും പിളർത്തിക്കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അയാൾ എന്തിനു വേണ്ടിയായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹുവിൽ വിശ്വസിച്ചത്? അയാളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിൽ വിശ്വസിച്ചത്. പക്ഷെ ആ വിശ്വാസം അത് യഥാർത്ഥ രീതിയിൽ മനസ്സിൻ്റെ ഉള്ളിലിറങ്ങി. ആദ്യം റാഹിബിനെ തല പിളർന്ന് കൊല്ലുന്നത് അയാൾ കണ്ണുകൊണ്ട് കണ്ടു. എന്നിട്ടും അയാളുടെ ഈമാനിനും അയാളുടെ വിശ്വാസത്തിന് ഒരു ചെറിയ പതർച്ച പോലും സംഭവിച്ചിട്ടില്ല. അല്ലാഹു അക്ബർ. ഞാൻ നിങ്ങളാരെയും കുറ്റം പറയുന്നില്ല. എൻ്റെ അവസ്ഥ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ എത്രമാത്രം പിന്നോട്ടായി ഈ വിഷയത്തിലൊക്കെ. ഇത്രയും അധികം അടിയുറപ്പ് ദീനിൽ എനിക്കുണ്ടോ? തൗഹീദിലുള്ള അടിയുറപ്പ് എനിക്കുണ്ടോ? ഞാൻ ആലോചിക്കണം. നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് ആലോചിക്കണം. അതിനുശേഷം കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെയും കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവനെ കൊണ്ട് ഒരു വലിയ മലയുടെ മുകളിൽ പോകണം. എന്നിട്ട് ആ മലയുടെ മുകളിലെത്തിയാൽ അവനെ നിങ്ങൾ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊല്ലണം. അത്രയും ഭീകരമായ രീതിയിലായിരിക്കണം ഇവൻ്റെ വധശിക്ഷ. അങ്ങനെ പട്ടാളക്കാർ ഇവനെയും കൊണ്ട് വലിയ മലയുടെ മുകളിലേക്ക് പോയി. മലയുടെ മുകളിലെത്തിയപ്പം ഈ കുട്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത. പടച്ചവനെ, നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഇവരുടെ ശർറിനെ തൊട്ട് നീ മതിയായവനാകണമേ. അതായത് ഇവരുടെ ശർറിനെ തൊട്ട് നീ എന്നെ കാക്കണേ എന്ന് കുട്ടി ദുആ ചെയ്തു. ഈ കുട്ടിയെ താഴെ ഇട്ടിട്ട് കൊല്ലാൻ വേണ്ടി അവർ പോയെങ്കിലും മലയുടെ മുകളിലെത്തി കുട്ടി ദുആ ചെയ്തതോടുകൂടി ഫറജഫ ബിഹിമുൽ ജബൽ, ആ മല മുഴുവനൊന്ന് കുലുങ്ങിയെന്ന ഫതുഹ്ദിഹു അജ്മഊൻ, അവർ മുഴുവൻ പേരും മലമുകളിൽ നിന്ന് താഴോട്ട് ഡമ്പടക്കുമെന്ന് പറഞ്ഞ് മറിഞ്ഞു വീണു. കുട്ടിയെ കൊല്ലാനാണ് പോയത്, പക്ഷേ കൊല്ലാൻ പോയ എല്ലാവരും താഴേലേക്ക് മറിഞ്ഞു വീണ് മരണപ്പെട്ടു. ഈ കുട്ടി ഒറ്റക്ക് ഒരു പോറൽ പോലും ഏക്കാതെ രാജസദസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു. നോക്കണേ, എങ്ങോട്ടേക്കാണ് തിരിച്ചു വന്നത്? രാജസദസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നു. കാരണം കുട്ടിക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. കുട്ടിക്ക് വലിയൊരു ലക്ഷ്യം നിർവഹിക്കാനുണ്ടായിരുന്നു. തൗഹീദിൻ്റെ പ്രബോധനം നിർവഹിക്കാനുണ്ടായിരുന്നു. കുട്ടി നേരെ രാജസദസ്സിലേക്ക് തിരിച്ചു വന്നു. രാജാവ് ചോദിച്ചു, അല്ല, നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ? അവരൊക്കെ അവരുടെ ശർറിൽ നിന്ന് അള്ളാഹു എന്നെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു. രാജാവ് അടുത്ത ഒരു വലിയ സംഘം പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയെയും കൊണ്ട് നിങ്ങളൊരു കപ്പലിൽ കയറണം. മുസ്ലിം അടക്കം റിവായത്ത് ചെയ്യുന്ന സഹിഹ ഹദീസിലുള്ള വിവരണങ്ങളാട്ടോ ഇത്. നിങ്ങൾ അടുത്തൊരു കപ്പലിൽ കയറണം. ആ കപ്പലിൽ കയറി നിങ്ങൾ യാത്ര ചെയ്തിട്ട് കടലിൻ്റെ നടുക്കെത്തുമ്പോൾ ഈ കുട്ടിയെ ആ കടലിലേക്ക് ഇട്ടിട്ട് നിങ്ങൾ മുക്കിക്കൊല്ലണം. അങ്ങനെ പട്ടാളക്കാർ കുട്ടിയെയും കൊണ്ട് കപ്പലിൽ കയറി കടലിൻ്റെ നടുക്കെത്തിയപ്പോൾ കുട്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത. പടച്ചവനെ, നീ ഉദ്ദേശിക്കുന്ന കാര്യം കൊണ്ട് ഇവരുടെ ശർറിനെ തൊട്ട് നീ എനിക്ക് മതിയായവനാകണമേ, ഇവരെ ശർറിനെ തൊട്ട് നീ എന്നെ കാക്കണേ എന്ന് ദുആ ചെയ്തു. പെട്ടെന്ന് കപ്പലൊന്ന് കുലുങ്ങി മുഴുവൻ ആളുകളും കടലിലേക്ക് വീണ് മുങ്ങി മരണപ്പെട്ടു. കുട്ടി മാത്രം രക്ഷപ്പെട്ടു. രാജസന്നിധിയിലേക്ക് കുട്ടി ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. രാജാവ് അത്ഭുതപ്പെട്ടു. ഈ സമയത്ത് കുട്ടി പറഞ്ഞു, ഇന്നക ലസ്ത ബിഖാതിലി ഹത്താ തഫ്അല മാ ആമുറുക ബിഹി ഫഇൻ അൻത ഫഅൽത മാ ആമുറുക ബിഹി ഖതൽതനി. നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ ഞാൻ നിന്നോട് പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്ക് എന്നെ കൊല്ലാൻ പറ്റൂ. അതല്ലാതെ വേറെ എന്ത് ചെയ്താലും നിനക്ക് എന്നെ കൊല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇവിടെ കുട്ടി താൻ ഉദ്ദേശിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, താൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ആദർശം പ്രബോധനം ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു.
ഞാൻ വെറുതെ മരിച്ചു പോകരുത്, മറിച്ച് തനിക്ക് പറയാനുള്ളത് കുറച്ചാളുകൾക്ക് മുമ്പിലെങ്കിലും എത്തിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കുറച്ചാളുകൾക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അള്ളാഹുവിനെ കുറച്ചാളുകൾക്കെങ്കിലും മനസ്സിലാക്കി കൊടുത്ത് അവൻ്റെ തൗഹീദ് പഠിപ്പിച്ചിട്ട് മാത്രമേ ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പോകൂ എന്ന് കുട്ടിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. രാജാവ് ചോദിച്ചു, നിന്നെ കൊല്ലാൻ വേണ്ടി നീ തന്നെ മാർഗം പറഞ്ഞു തരാണ്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കുട്ടി പറഞ്ഞു, നിങ്ങൾ ജനങ്ങളെ മുഴുവൻ ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടണം, എന്നിട്ട് എല്ലാവരും കാണുന്ന രീതിയിൽ എന്നെ കുരിശിൽ തറക്കണം, എന്നിട്ട് എൻ്റെ ആവനാഴിയിൽ നിന്ന് തന്നെ നിങ്ങളൊരു അമ്പ് എടുക്കണം, എന്നിട്ട് അമ്പ് തൊടുത്ത് വിടുന്നതിന് മുമ്പ് ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ കുട്ടിയുടെ റബ്ബായ നീയല്ല, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പ ചെയ്യണം. അങ്ങനെ നീ ചെയ്താൽ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞു. രാജാവ് ഈ കുട്ടി പറഞ്ഞതുപോലെ ഒരു വലിയ മൈതാനത്ത് മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി. ഈ കുട്ടിയെ കുരിശിൽ തറച്ചു. എന്നിട്ട് അവൻ്റെ ആവനാഴിയിൽ നിന്ന് തന്നെ ഒരു അമ്പെടുത്തു. ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറയുകയും ആ ആവനാഴിയിൽ നിന്ന് അമ്പ് എഴുതി വിടുകയും ചെയ്തു. അത് അവൻ്റെ ചെന്നിയിൽ തന്നെ വന്ന് തറക്കുകയും ആ ചെന്നിയിൽ അവനിങ്ങനെ കൈവച്ച് ഇരിക്കുകയും പെട്ടെന്ന് തന്നെ അവൻ മരണപ്പെടുകയും ചെയ്തു. ഇത് കണ്ടതോടുകൂടി മുഴുവൻ ജനങ്ങൾക്കും കാര്യം മനസ്സിലായി. അവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. ഈ കുട്ടി എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ ത്യാഗം മുഴുവൻ ചെയ്തത്, ആ ത്യാഗം അള്ളാഹു സ്വീകരിച്ചു. മുഴുവൻ ആളുകളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ആമന്നാ ബിറബ്ബിൽ ഗുലാം, ആമന്നാ ബിറബ്ബിൽ ഗുലാം. ഈ കുട്ടിയുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു കേട്ടോ, ഈ കുട്ടിയുടെ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു. മുഴുവൻ ആളുകളും മുഹൈദികളായി മാറി. രാജാവിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെ രാജാവിനോട് വന്നിട്ട് പറഞ്ഞു, സഹോദര, ഒരു 3 പേരുടെ അവിശ്വാസം ഭയപ്പെട്ടിട്ടാണ് നീ ഇതിനെല്ലാം മെനക്കെട്ടിറങ്ങിയത്. ഇതിപ്പോൾ നോക്ക്, മുഴുവൻ ആളുകളും ആ കുട്ടിയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയുള്ളത്. നീ എന്താണോ ഭയപ്പെട്ടത് അതിവിടെ സംഭവിച്ചിരിക്കുന്നു. രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. അയാൾ വഴിയരികിലും മുഴുവനും വലിയ കിടങ്ങുകൾ കുഴിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ കിടങ്ങളിൽ വിറകുകളും മറ്റും കൊണ്ടുവന്ന് നിറച്ച് വലിയ തീക്കുണ്ടാരമാക്കി മാറ്റി. എന്നിട്ട് ഓരോരുത്തരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട്, നിങ്ങൾ ഒന്നെങ്കിൽ ദീനിൽ നിന്ന് മടങ്ങിയിട്ട് പഴയ ദീനിലേക്ക് വരിക, എന്നെ റബ്ബായി അംഗീകരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ദീനിലേക്ക് വരിക, അതല്ലെങ്കിൽ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തു ചാടുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഓരോരുത്തരെയായിട്ട് അവൻ ആ തീക്കുണ്ടാരത്തിൽ എടുത്തെറിയാൻ വേണ്ടി തുടങ്ങി. ഇതും നമ്മൾ ആലോചിക്കണേ, റസൂലുള്ള സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം, അവരുടെ ത്യാഗം. ഓരോരുത്തരായിട്ട്, ഒരാൾ പോലും തിരിച്ച് പഴയ ദീനിലേക്ക് മാറാൻ കൂട്ടാക്കാതെ എല്ലാവരും ഈ തീക്കുണ്ടത്തിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി. ഏകദേശം 20,000 പേരങ്ങനെ എടുത്ത് ചാടിയെന്നാണ് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി. ദീന് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ, ദീനിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാത്തതിൻ്റെ പേരിൽ, ഒരു പിന്നോട്ട് പോക്കിന് തയ്യാറാകാതെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവരൊക്കെ വിശ്വസിച്ചിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. നമ്മളെപ്പോലെ ഇപ്പോൾ ഞാനൊക്കെ 10-30 വയസ്സ് കഴിഞ്ഞു. ഏകദേശം 25-26 റമളാന് ഓർമ്മയോടുകൂടി ജീവിതത്തിൽ അനുഷ്ഠിച്ചു. ഒരുപാട് നോമ്പെടുത്തു, നിസ്കരിച്ചു, തറാവി നിസ്കരിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷമുള്ള ഈമാൻ്റെ അവസ്ഥയിൽ ഇത് പറയുന്നത്. മറിച്ച് വിശ്വസിച്ച് കുറച്ച് സമയം ആകുന്നേ ഉള്ളൂ, പക്ഷെ അവരുടെ ഈമാൻ നമ്മുടെ ഈമാൻ പോലെ ആയിരുന്നില്ല, യഥാർത്ഥ രീതിയിൽ ഉറച്ചിരുന്നു. ഹൃദയത്തിൽ അത് യഖീനായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും എടുത്തു ചാടി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഒരു ഉമ്മയും ആ ഉമ്മയുടെ അരയിൽ 7 മാസം മാത്രം പ്രായമായ ആ ഉമ്മയുടെ കുഞ്ഞും ആ തീക്കുണ്ടാരത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അവരോടും രാജാവ് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ ഇതിൽ എടുത്തു ചാടണം, അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ദീനിലേക്ക് വരണം. നിങ്ങളുടെ ഈ പുതിയ ദീനിനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഉമ്മക്ക് ചാടാൻ വേണ്ടി മടിയില്ലായിരുന്നു, അവർ തയ്യാറായിരുന്നു. പക്ഷേ ഉമ്മ 7 മാസം മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ, ആ പുഞ്ചിരി കണ്ടപ്പോൾ ഉമ്മയുടെ മനസ്സ് ചെറുങ്ങനെ ഒന്ന് പതറി. എടുത്ത് ചാടാൻ വേണ്ടി തോന്നില്ല. അല്ലാഹ്, പറയാൻ ഭയങ്കര എളുപ്പമുണ്ട് കേട്ടോ. രംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള ത്യാഗങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മളെ പ്രതിഷ്ഠിച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാനും എൻ്റെ കുട്ടിയുമാണ് ആ സന്ദർഭത്തിലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? എൻ്റെ 7 മാസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം ഞാൻ കാണുകയാണ്. ഞാൻ ഒന്നെങ്കിൽ ഇതിലേക്ക് എടുത്തു ചാടണം, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ദീനൊന്ന് വിട്ടുകൊടുത്താൽ മതി, അള്ളാഹുവിനൊന്ന് തള്ളിപ്പറഞ്ഞാൽ മതി, എനിക്ക് സുഖമായി ജീവിക്കാം. ഈ അമ്മക്ക് ആ കുട്ടിയുടെ മുഖം നോക്കിയപ്പോൾ ചെറിയൊരു പതർച്ച, ചെറിയൊരിളക്കം. പെട്ടെന്ന് അത്ഭുതം, മുസ്ലിമിൻ്റെ റിവായത്തിൽ കാണാം, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം എന്ന രീതിയിൽ അത്ഭുതകരമായിട്ട് ആ കുട്ടി സംസാരിച്ചു. 7 മാസം പ്രായം മാത്രമുള്ള ഉമ്മ ബേജാറ, ഇസ്ബിരിയ ഉമ്മ ഫഇന്നകി അലൽ ഹഖി, ഉമ്മ ക്ഷമിക്ക്, ബേജാറാവണ്ട, ബേജാറാവണ്ട, തളരണ്ട. ഫഇന്നകി അലൽ ഹഖി, നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. ചിലർ വായിച്ച് കാണാം, ഫഇന്നഹു ലാ നാറ ബഅദഹു യാ ഉമ്മ,
ഇന്ന് വേദനയുടെ ലോകങ്ങളോട് നമ്മൾ വിട പറയും. ഇന്ന് കുറച്ച് വേദന ഉണ്ടാവും എരിയുമ്പോൾ, വെന്തു പോകുമ്പോൾ. പക്ഷേ ഇന്നത്തോടുകൂടി പിന്നെ നമുക്ക് തീയില്ല. വേദനകളുടെ ലോകത്തോട് നമ്മൾ വിട പറയുകയാണ്. വേദനകളില്ലാത്ത സുഖലോലുപതയുടെ ലോകത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഉമ്മ പേടിക്കണ്ട, ബേജാറാവണ്ട, ചാടിക്കോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയും അവസാനമായിട്ട് ചാടിയെന്ന്. അല്ലാഹു അക്ബർ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം മുഴുവനും ഈ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തുന്നത്. ഇതിനെക്കുറിച്ചിട്ടാണ് ചില തഫ്സീറിലെ പണ്ഡിതന്മാർ പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ടാണ് വസമാഇദാത്തിൽ ബുറൂജ് എന്ന സൂറത്തിലുള്ള ആ രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചിരുന്നത് ഈ സംഭവത്തെക്കുറിച്ചാണെന്ന് അധികം തഫ്സീറിലെ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് ദൂനുവാസ് എന്ന് പറഞ്ഞ യൂസുഫ് എന്ന മതം മാറി യൂസുഫ് എന്ന പേര് പിന്നെ സ്വീകരിച്ച ആ രാജാവ് വളരെ ക്രൂരമായിട്ട് ആയ ആളുകളെ ഇങ്ങനെ കൊന്നു. ഏകദേശം 20,000-ഓളം പേരെ കൊന്നു. അങ്ങനെ ഈ 20,000 പേരെ കൊന്നെടുക്കുന്നതിൽ കുറച്ച് ആളുകൾ എങ്ങനെയൊക്കെയോ ഈ ദൂനുവാസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി നേരെ അബിസീനിയയിലേക്ക് വന്നു. അബിസീനിയയിലേക്ക് വരാനുള്ള കാരണം എന്താ? അബിസീനിയയിൽ അന്നത്തെ നജ്ജാഷി രാജാവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഒക്കെ ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ക്രിസ്ത്യൻ മതമല്ല, ഷിർക്ക് കടന്നുകൂടിയ അന്ന് നിലവിലുണ്ടായിരുന്ന ക്രിസ്ത്യാനി മതത്തിലുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബിസീനിയയിലേക്ക് സഹാബാക്കളെ അയക്കുമ്പോഴും നജ്ജാഷി രാജാവും ബാക്കിയുള്ളവരും ക്രിസ്ത്യാനികളായിരുന്നല്ലോ. അവർ ജാഫർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള സംഭാഷണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് ആ ഭാഗം എത്തുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ നേരെ അബിസീനിയയിലേക്ക് പോയി. അതിൽപ്പെട്ട ഒരാളുടെ പേര് ദൗസ് ഉലമ എന്ന. അയാൾ നജ്ജാഷി രാജാവിനെ കണ്ടിട്ട് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച അക്രമകാരിയായ ളാലിമായ രാജാവ് ചെയ്ത ഈ ഭീകര കൃത്യങ്ങളെക്കുറിച്ച് നജ്ജാഷി രാജാവിനോട് പറയുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നജ്ജാഷി രാജാവ് ഈ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അരിയാത്ത് എന്ന തൻ്റെ കൊച്ചാപ്പയുടെ മകൻ്റെ നേതൃത്വത്തിൽ 60,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൈന്യത്തെ നേരെ എങ്ങോട്ടേക്ക് അയച്ചു? എവിടത്തേക്ക് അയച്ചു? നേരെ യമനിലേക്ക് അയച്ചു. അപ്പോൾ എവിടെ നിന്നാണ് സൈന്യം വരുന്നത്? നജ്ജാഷി രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് അബിസീനയിൽ നിന്നാണ് സൈന്യം വരുന്നത്. യമനിലേക്ക് ആ സൈന്യം വന്നു. ദൂനുവാസുമായിട്ട് അവർ ശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടു. ദൂനുവാസിൻ്റെ സൈന്യം പോരാട്ടത്തിൽ പരാജയപ്പെട്ടു. അവസാനം അയാൾ വിരണ്ടോടി. ഈ അരിയാത്തിൻ്റെ സൈന്യം അദ്ദേഹത്തെ പിന്തുടർന്നു കടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ അയാൾ കടലിനെ നോക്കി തന്നെ പിടികൂടാൻ വരുന്ന സൈന്യത്തെ ഇങ്ങനെ മാറി നോക്കിയിട്ട് അവസാനം ഈ സൈന്യത്തിൻ്റെ പിടിയിൽപ്പെട്ട് നിന്ദനായി ചാകുന്നതിനേക്കാൾ നല്ലത് കടലിൽ മുങ്ങിച്ചാകുന്നതാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അയാൾ കടലിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്ത് അങ്ങനെ അങ്ങ് ചത്തുപോയി. അങ്ങനെ അരിയാത്തും സൈന്യവും വിജയിക്കുകയും അവർ യമനിൻ്റെ ഭരണം കരസ്ഥമാക്കുകയും ചെയ്തു. കുറച്ച് നാൾ അരിയാത്തും സൈന്യവും അവിടെ ഭരണം നടത്തി. പക്ഷേ അരിയാത്തിൻ്റെ ഭരണവും കുറച്ച് കാലം കഴിഞ്ഞപ്പം അരിയാത്തിൻ്റെ കുറച്ച് സ്വഭാവ ദൂഷ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പ്രകടമാകാൻ തുടങ്ങി. തീരെ അംഗീകരിക്കാൻ കഴിയാത്ത, ഒരാൾക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചെറിയ സ്വഭാവ ദൂഷ്യങ്ങൾ അരിയാത്തിൽ നിന്നും കാണപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഈ സ്വഭാവ ദൂഷ്യങ്ങളും അക്രമങ്ങളും ഒന്നും സഹിക്കാൻ കഴിയാതെ അരിയാത്തിൻ്റെ തന്നെ സൈന്യത്തിൽ നിന്നുള്ള ഒരു ചെറിയ സംഘം വിമതരായിട്ട് അരിയാത്തിനെതിരെ പ്രക്ഷോഭങ്ങളും കുഴപ്പങ്ങളുമായിട്ട് പുതിയൊരു സംഘം ഉടലെടുത്തു. ഒരു ചെറിയ അരിയാത്തിൻ്റെ തന്നെ സൈന്യത്തിൽപ്പെട്ട വേറൊരു കമാൻഡറുടെ നേതൃത്വത്തിൽ ഒരു വിമത സംഘം അരിയാത്തിനെതിരെ രൂപം കൊണ്ടു. ആ ചെറിയ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ അരിയാത്തിൻ്റെ സൈന്യത്തിൽ തന്നെ പെട്ട ആ വിമത സംഘത്തിൻ്റെ ക്യാപ്റ്റൻ, അവരുടെ നേതാവ് ഒരു കുറുന്ന, എന്നാൽ അത്യാവശ്യം തടിയുള്ള കുറുന്ന മനുഷ്യനായ, എന്നാൽ ഭയങ്കര ബുദ്ധികൂർമ്മതയുള്ള, ഒരുപാട് നേതൃത്വ പാഠവുമുള്ള, ഭരണ കഴിവുള്ള, സൈനിക മികവുള്ള കുറുന്ന ഒരു തടിച്ച മനുഷ്യനായിരുന്നു ഈ വിമത സംഘത്തിൻ്റെ, അരിയാത്തിൻ്റെ തന്നെ സൈന്യത്തിൽപ്പെട്ട, അരിയാത്തിൻ്റെ ആക്രമണം സഹിക്കവയ്യാതെ രൂപം കൊണ്ട ഈ വിമത സംഘത്തിൻ്റെ നേതാവ് ആ കുറുന്ന തടിച്ച മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് അബൂ യക്സൂം അബ്രഹത്ത് ബിൻ സുബ്ബാഹ്. മനസ്സിലായോ? അപ്പം കാബ തകർക്കാൻ വരുന്ന അബ്രഹത്തായിരുന്നു ആ സൈന്യത്തിലെ വിമത സംഘത്തിൻ്റെ. അപ്പോൾ അബ്രഹത്ത് എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലായോ? എങ്ങനെയാണ് അബിസീനിയക്കാരനായ അബ്രഹത്ത് യമനിൽ എത്തിയെന്ന് മനസ്സിലായില്ലേ? ഈ അബ്രഹത്തിനെ കുറിച്ച് നമ്മൾ ഇനി ചെറുങ്ങനെ പറയും. കാരണം എന്താ അറിയോ? അബ്രഹത്ത് ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കൽ നമ്മുടെ ആവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിൻ്റെ മുന്നിലെടുത്ത ആ സ്റ്റാൻഡ്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അബ്രഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അബ്ദുൽ മുത്തലിബ് ഒരു വാക്ക് പറയുന്നുണ്ട്. അത് ചില്ലറ വാക്കൊന്നുമല്ല. അത് ആരെ മുമ്പിലാണ് പോയി നിന്നേന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അബ്രഹത്ത് ആരാന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഫ്ലാഷ് ബാക്ക് നമ്മൾ പറഞ്ഞത്. അപ്പം അബ്രഹത്ത് ഏതാളാന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഈ അബ്രഹത്തും വിമത സംഘവും ഇയാൾക്കെതിരെ തിരിഞ്ഞു. അവർ തമ്മിലൊരു പോരാട്ടം നടക്കും എന്നുള്ള അവസ്ഥയായി. രണ്ട് സൈന്യവും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ നിന്നിട്ട് ഒരു യുദ്ധം നടക്കാൻ പോകും. അപ്പോൾ അബ്രഹത്ത് നോക്കിയപ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള സൈന്യത്തിൻ്റെ എണ്ണം വളരെ കുറവാണ്. വിമതരാണല്ലോ.
അപ്പോൾ അബ്രഹത്ത് ഒരു ഐഡിയ ചെയ്തു. അരിയാത്തിനോട് അയാൾ വിളിച്ചു പറഞ്ഞു, നമ്മളെന്തിനാ വെറുതെ ഒരേ സൈന്യത്തിൽപ്പെട്ട ആൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് മരണപ്പെടുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനും നീയും തമ്മിലൊരു ദ്വന്ദ്വയുദ്ധം നടത്താം. എന്നിട്ട് നമ്മളെ പരസ്പരമുള്ള പേഴ്സണൽ പോരിൽ ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധത്തിൽ ആരാണോ വിജയിക്കുന്നത് അയാളുടെ കൂടെ ബാക്കിയുള്ള സൈന്യം നിൽക്കട്ടെ. അങ്ങനെ നമുക്കൊരു തീരുമാനത്തിലെത്തിയാൽ ഒരുപാട് രക്തച്ചൊരിച്ചിൽ നമുക്ക് ഒഴിവാക്കാമല്ലോ എന്ന് അബ്രഹത്ത് ഒരു ഐഡിയ പറഞ്ഞു. അറിയാത്തത് സമ്മതിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി ഒറ്റക്കൊറ്റക്കുള്ള പോരിന് വേണ്ടി തയ്യാറായി. അപ്പോൾ അബ്രഹത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറുന്ന തടിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ അറിയാത്ത അങ്ങനെയല്ല, കാണാൻ ഭംഗിയുള്ള അത്യാവശ്യം നീളവും വണ്ണവും ഒക്കെയുള്ള അജാനബാഹുവായ ഒരു മനുഷ്യനാണ്. അങ്ങനെ അരിയാത്തും അബ്രഹത്തും തമ്മിലിങ്ങനെ പോരാട്ടം നടക്കാൻ വേണ്ടി രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈർത്തെടുക്കുകയാണ്. ആ സമയത്ത് അബ്രഹത്ത് എന്തെന്ന് വെച്ചാൽ അബ്രഹത്തിൻ്റെ ഒരു അടിമയുണ്ട്, അത്വത എന്ന് പറഞ്ഞു. ആ അത്വതയെ തൻ്റെ പിന്നിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ സംരക്ഷിച്ചിട്ട് അരിയാത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കി നിർത്തിയിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പാഞ്ഞു വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി. ആദ്യത്തെ വെട്ട് തന്നെ അരിയാത്ത് അബ്രഹത്തിൻ്റെ തലയുടെ ഈ നടുഭാഗത്തേക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് വെട്ടിയത്. ആ വെട്ട് തലയിൽ കൊണ്ടില്ലെങ്കിലും അയാളുടെ മുഖത്ത് കൊണ്ടു. അയാളുടെ പിരികത്തിൻ്റെ ഒരു ഭാഗം, മൂക്കിൻ്റെ ഒരു ഭാഗം, ചുണ്ടിൻ്റെ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മുറിഞ്ഞു വന്നു. അതിൻ്റെ പേരിലാണ് പിന്നീട് അയാൾ അബ്രഹത്ത് അൽ അശ്രം, മൂക്ക് മുറിഞ്ഞ അല്ലെങ്കിൽ മുഖം മുറിഞ്ഞ ആൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അശ്രം എന്ന പേരുള്ള അബ്രഹത്ത് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. അത് ഇങ്ങനെ ഒരു മുറിവ് വന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ രണ്ടാമത്തെ വെട്ടും അരിയാത്ത് വെട്ടാൻ പോകുന്നതിനിടയിൽ അബ്രഹത്ത് മരിക്കുമെന്നായപ്പം ഈ അത്വത എന്ന് പറഞ്ഞ ആ അടിമ ഈ അരിയാത്തിൻ്റെ മേലെ ചാടി വീഴുകയും അരിയാത്തിനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ അരിയാത്ത് മരണപ്പെട്ടതോടുകൂടി നേരത്തെ തീരുമാനിച്ചുറച്ചതിനനുസരിച്ചിട്ട് മുഴുവൻ സൈന്യവും അബ്രഹത്തിൻ്റെ കീഴിൽ വന്നു. അബ്രഹത്ത് മൊത്തം യമനിൻ്റെ ഭരണാധികാരിയായി മാറി. അങ്ങനെ ഈ അരിയാത്തിൻ്റെ വധത്തിൻ്റെ പിന്നിൽ ആർക്കും ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി അരിയാത്തിനെ കൊന്നതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം, അന്ന് നിലവിലുണ്ടായിരുന്ന വലിയൊരു നഷ്ടപരിഹാരം അബ്രഹത്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബാക്കി അരിയാത്തുമായി അടുപ്പമുള്ള ആളുകളുടെ മനസ്സും അബ്രഹത്ത് കയ്യിലാക്കി. അത് ഞാൻ പറഞ്ഞത്, കുറുന്ന തടിച്ച മനുഷ്യനാണെങ്കിലും ഭയങ്കര നേതൃപാടവും ഭരണശേഷിയും ഉള്ള ഒരാളായിരുന്നു അബ്രഹത്ത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ അരിയാത്ത ആരാ? നജ്ജാഷി രാജാവിൻ്റെ കൊച്ചാപ്പയുടെ മകനാണ്. നജ്ജാഷി രാജാവ് ഒഫീഷ്യലി ഇവിടെ യമനിലേക്ക് അയച്ചേക്കുന്നത് അരിയാത്തിൻ്റെ സൈന്യത്തിലെ ഒരു സേനാനായകനോ ഒരു കമാൻഡറോ മാത്രമായിരുന്നു അബ്രഹത്ത്. ഒരു സുപ്രഭാതത്തിൽ അബ്രഹത്ത് അധികാരം പിടിച്ചെടുക്കുക, നജ്ജാഷി രാജാവിൻ്റെ കൊച്ചാപ്പയുടെ മകനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറക്കാരില്ലല്ലോ. നജ്ജാഷി രാജാവ് ഇതറിഞ്ഞപ്പോൾ ആകെ ദേഷ്യം പിടിച്ചു. അയാൾ മസീഹിൻ്റെ പേരിൽ ഒരു സത്യം ചെയ്തു. അബ്രഹത്തിൻ്റെ രാജ്യം മുഴുവൻ ഞാൻ ചവിട്ടി മെതക്കും, അതിലെ മലമ്പ്രദേശവും അല്ലാത്ത പ്രദേശമൊക്കെ ഞാൻ ചവിട്ടി മെതക്കും. അവൻ്റെ ഉച്ചിയിൽ ഞാനിങ്ങനെ എൻ്റെ കൈ കൊണ്ട് പിടിച്ചിങ്ങനെ വലിക്കും. അവൻ്റെ രക്തം എൻ്റെ സ്വന്തം കൈപ്പത്തി കൊണ്ട് ഞാൻ ചീന്തും എന്ന് പറഞ്ഞിട്ട് 3 ശബ്ദങ്ങൾ ചെയ്തു. നജ്ജാഷി രാജാവ് അന്ന് വളരെ ശക്തനായ രാജാവാണ്. അന്ന് ലോക സാമ്രാജ്യത്വങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ വലിയ കൈസർ കിസ്ര എന്നൊക്കെ പറഞ്ഞതുപോലെ വലിയ അധിനിവേശകരുടെ വലിയ സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയുള്ള വലിയ രാജാവാണ് നജ്ജാഷി രാജാവ്. അപ്പോൾ നജ്ജാഷി രാജാവിൻ്റെ ഈ സത്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പം അബ്രഹത്ത് കുറച്ച് ബേജാറായി. അത് ചില്ലറക്കാരിയല്ല. അതിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ആ നജ്ജാഷി രാജാവിൻ്റെ മനസ്സ് കവരാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു ഐഡിയ, ഈ അബ്രഹത്ത് ഒരാളെ വിളിപ്പിച്ചു. എന്നിട്ട് അയാളെ കൊണ്ട് തൻ്റെ മുടിയുടെ ഈ മജ്ജയുടെ ഭാഗത്തു നിന്നുള്ള മുടി മുറിപ്പിച്ചു. അതിങ്ങനെ വടിച്ചെടുത്തു, അതൊരു പാത്രത്തിലാക്കി. വേറൊരാളെ കൊണ്ടുവന്നിട്ട് പിന്നെ ഹിജാമ ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രക്തമെടുക്കുകയും അതൊരു ഗ്ലാസ് പാത്രത്തിലാക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ യമനിലുള്ള രാജ്യത്തുള്ള മലമ്പ്രദേശത്തു നിന്ന് കുറച്ച് മണ്ണും മലമ്പ്രദേശം അല്ലാത്ത സാധാ പ്രദേശത്തു നിന്നുള്ള കുറച്ച് മണ്ണും എടുത്ത് അതൊരു പാത്രത്തിലാക്കി. ഈ 3 സാധനങ്ങളും അബ്രഹത്ത് നജ്ജാഷിക്ക് അയച്ചു കൊടുത്തു. നജ്ജാഷിയോട് പറഞ്ഞു, അല്ലയോ ഒരു കത്തുണ്ട്, അല്ലയോ രാജാവേ, ഇന്നബ്ന അമ്മിക ഖാലഫ സീറത്തക ഫിൽ അദ്ൽ, അങ്ങയുടെ കൊച്ചാപ്പയുടെ മകൻ അങ്ങയുടെ ചര്യയോട് ഭയങ്കര എതിരായി. അങ്ങ് വളരെ നീതിമാനാണ്, ഞങ്ങൾക്കൊക്കെ അങ്ങയെക്കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇത്രയും നല്ല അങ്ങയുടെ സ്വഭാവത്തോട് തീർത്തും വിരുദ്ധമായ രീതിയിലാണ് അങ്ങയുടെ കൊച്ചാപ്പയുടെ മോൻ സഞ്ചരിച്ചത്. അങ്ങയുടെ കൊച്ചാപ്പയുടെ മകൻ അരിയാത്തും അങ്ങയുടെ അടിമയാണ്, ഞാനും അങ്ങയുടെ അടിമയാണ്. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിലായി. ഞങ്ങളിൽ ആര് ജയിച്ചാലും അനുസരണ അങ്ങേക്കാണ്, ഞങ്ങളെല്ലാവരും അങ്ങയുടെ അടിമയാണ്. അങ്ങയുടെ കൊച്ചാപ്പയുടെ മകനോട് ഞാൻ എതിരായിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ പേരിൻ്റെ കളങ്കം വരുത്തുന്നത് കൊണ്ടും അങ്ങയുടെ പേരുദോഷം വരുത്തുന്നത് കൊണ്ടും മാത്രമാണ് രാജാവേ. അതുകൊണ്ട് എനിക്ക് മാപ്പാക്കണം. അങ്ങയുടെ സത്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ സത്യം പൂർത്തീകരിക്കാനുള്ള ഒരു വഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ എൻ്റെ ഉച്ചിയിലെ മുടിയാണ് ഞാൻ അയച്ചിട്ടുള്ളത്, അതിലങ്ങ് പിടിക്കണം.
മുടി പിടിക്കുമെന്നല്ല പറഞ്ഞു, അതിലങ്ങ് പിടിക്കണം. പിന്നെ എൻ്റെ രാജ്യത്തെ മലമ്പ്രദേശത്തെ മണ്ണും അയച്ചിട്ടുണ്ട്, അല്ലാത്ത സ്ഥലത്തെ മണ്ണും അയച്ചിട്ടുണ്ട്. രണ്ടും ഇങ്ങനെ താഴെ ഇട്ടിട്ട് അതിൻ്റെ മേലെ അങ്ങൊന്ന് ചവിട്ടി മെതിക്കണം. പിന്നെ എൻ്റെ കുറച്ച് രക്തവും ഞാൻ അയച്ചിട്ടുണ്ട്, ആ രക്തം സ്വന്തം കൈകൊണ്ട് അങ്ങ് അതെടുത്ത് തളിക്കുകയും ചെയ്തുകയും ചെയ്യണം. എന്നിട്ട് അങ്ങയുടെ സത്യം അങ്ങ് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. രാജാവ് ഇത് വായിച്ചപ്പം അബ്രഹത്തിൻ്റെ ബുദ്ധിപാഠവും കഴിവും ആ ശേഷിയൊക്കെ മനസ്സിലാക്കി അയാൾക്ക് ഭയങ്കര തൃപ്തിയായി. അങ്ങനെ തൽക്കാലം അബ്രഹത്തിനോട് തന്നെ യമൻ ഭരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് അബിസീനക്കാരനായ അബ്രഹത്ത് യമനിൻ്റെ ഭരണാധികാരിയായി മാറുന്നത്, ക്രിസ്ത്യാനിയായ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അബ്രഹത്ത് ഒരിക്കൽ അവൻ്റെ വലിയ കൊട്ടാരത്തിൻ്റെ മട്ടുപ്ലാവിൽ ഇരുന്നുകൊണ്ട് രംഗങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുമ്പം യമനിൽ നിന്നുള്ള കുറേ ആളുകൾ, അറബികൾ, അവർ കെട്ടുമുട്ടുമൊക്കെ എടുത്തിട്ട് തീർത്ഥാടനത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവൻ അത്ഭുതത്തോട് ചോദിച്ചു, ഇത്രയും ആവേശത്തോടു കൂടി എല്ലാവരും ഈ തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്നത് എങ്ങോട്ടാണ്? ഹജ്ജിൻ്റെ സീസണായിരുന്നു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ബെയ്ത്തുല്ലാഹ് ഫി മക്ക, മക്കയിലുള്ള അള്ളാഹുവിൻ്റെ ഭവനത്തെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നവരായി വരും. അപ്പോൾ ചോദിച്ചു, ബെയ്ത്തുല്ലാ എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള അതെന്താ? അത് വല്ല സ്വർണം കൊണ്ട് നിർമ്മിച്ച ഭവനമാണോ? അവർ പറഞ്ഞു, അല്ല, മിൻ ഹിജാറ, കല്ലുകൊണ്ട് നിർമ്മിച്ച ഭവനം. അപ്പോൾ ഒമാ കിസ്വത്തു, അതിനെ പുതപ്പിച്ചിരിക്കുന്ന പുതപ്പ് അതെന്താ? കിസ്വ എന്താ? അതിന് വല്ല സ്വർണത്തിനും കൊണ്ടുള്ള സാധനമാണ്. എന്താ ഇത്രയും ആവേശത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി ആളുകൾ പോകാനുള്ള കാരണം? അവർ പറഞ്ഞു, അല്ല, യഅതി മിൻഹാ ഹുന അൽ വസായിൽ, ഇവിടെ നിന്ന് പോകുന്ന തുണികളും നൂലുകളും കൊണ്ടൊക്കെ നിർമ്മിച്ച സാധാ തുണി കൊണ്ടുള്ള ഒരു വസ്ത്രം മാത്രമാണ് അതിൻ്റെ പുതപ്പ്, സാധാ വീടാണ് എന്നവർ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾക്ക് ഭയങ്കര അസൂയായി. അദ്ദേഹം പറഞ്ഞു, വൽ മസീഹ് ലഅബ്നിയന്ന ലക്കും ഖൈറ മിൻഹു, മസീഹ് തന്നെയാണ് സത്യം. ഈസാ നബിയിൽ സത്യം ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതിനേക്കാൾ ഖൈറായ ഒരു തീർത്ഥാടന കേന്ദ്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അന്നത്തെ കോടികൾ ചെലവഴിച്ച് കുല്ലൈസ് എന്ന പേരിൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം നിർമ്മിച്ചു. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിശദീകരണവും അതിൻ്റെ സ്ക്വയർ ഫീറ്റും മറ്റേ മറിച്ചൊക്കെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. തൽക്കാലം നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. മനോഹരമായ രീതിയിൽ അതിൻ്റെ പ്ലാനിങ്ങിലാകട്ടെ നിർമ്മാണ രീതിയിലാകട്ടെ ഒന്നിലും ഒരു കുറവും വരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ, അതിനൂതനമായ രീതിയിൽ ഏറ്റവും നല്ല പൈസ ചിലവാക്കിക്കൊണ്ട് പിന്നെ വളരെ വിലപിടിപ്പുള്ള തരത്തിലായിരുന്നു അദ്ദേഹം ആ തീർത്ഥാടന കേന്ദ്രത്തെ നിർമ്മിച്ചത്. അതിന് ചില ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്, പണ്ട് ബൽക്കീസ് രാജ്ഞി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം, ആ കൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകൾ ആ കാലഘട്ടത്ത് അപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ആ മാർബിളും സംഭവമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ വരെ ഉപയോഗിച്ചിട്ട് തനിക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിലപിടിപ്പുള്ള എന്തെല്ലാം പൗരാണികവും ആധുനികവുമായ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അയാൾ ഒരു തീർത്ഥാടന കേന്ദ്രം, കുല്ലൈസ് എന്ന തീർത്ഥാടന കേന്ദ്രം പണിതത്. അതിൽ പണിയെടുത്ത പണിക്കാരെയൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ പണിയെടുക്കുന്നതായിട്ട് കാണപ്പെട്ടിട്ടില്ല എങ്കിൽ, വിശ്രമിക്കുന്നതായിട്ട് കണ്ടായിരുന്നെങ്കിൽ അയാളുടെ കൈ വരെ അറുത്തു മാറ്റുമായിരുന്നു. അങ്ങനെ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ഷിദ്ദത്ത് ഉപയോഗിച്ചുകൊണ്ട്, കാഠിന്യത ഉപയോഗിച്ചുകൊണ്ടാണ് അവനിത് പണിയിപ്പിച്ചത്. അങ്ങനെ ഇത് എല്ലാം സെറ്റായി, റെഡിയായി. ആളുകൾക്ക് വേണ്ടിയിട്ട് അത് അയാൾ തുറന്നു കൊടുത്തു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന സെറ്റപ്പോടുകൂടി പുതിയതായി തുറക്കപ്പെട്ട ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകളിങ്ങനെ ഒഴുകിയെത്താൻ തുടങ്ങി. ഇനി മുതൽ ആരും മക്കത്തേക്ക് പോകണ്ട, കാബയിലേക്ക് പോകണ്ട, എല്ലാവരും ഇവിടെ തന്നെ തീർത്ഥാടനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അറബി ഗോത്രങ്ങളിൽപ്പെട്ട, പ്രധാനമായിട്ടും ഹസാം ഗോത്രത്തിൽപ്പെട്ട നുഫൈൽ അൽ ഹസാമി എന്ന് പറഞ്ഞ ആൾക്ക് മൊത്തത്തിൽ അറബികൾക്ക് ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കര വെറുപ്പ് വന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാബ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോരിശയാക്കപ്പെട്ട സാധനം, അള്ളാഹുവിൻ്റെ വീടാണ്. വെറും കല്ലുകൾ കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ വെറും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചാണെങ്കിലും അന്നത്തെ മുശരിക്കീങ്ങളുടെ മനസ്സിലും കാബയുടെ മഹത്വം നല്ല രീതിയിൽ ഇറങ്ങിയിരുന്നു. അവർക്കതിനെക്കുറിച്ച് അറിയാമായിരുന്നു, അതിൻ്റെ മഹത്വം അറിയാമായിരുന്നു. അപ്പോൾ കാബയ്ക്ക് പകരമായി ഇവൻ ഇങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം പണിതു എന്ന് പറഞ്ഞിട്ട് അറബികളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ ഹസാം ഗോത്രത്തിൽപ്പെട്ട നുഫൈൽ അൽ ഹസാമി, അല്ലെങ്കിൽ ഹസാം ഗോത്രത്തിൽ തന്നെ പെട്ട വേറെ 2 ആളുകൾ ഒരിക്കലും ഈ ദേഷ്യം സഹിക്കാൻ വയ്യാതെ രാത്രിയിൽ ആ കുല്ലൈസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ കാഷ്ടിക്കുകയും വൃത്തികേടുകൾ കൊണ്ട് മുഴുവൻ പരത്തി വെക്കുകയും ചെയ്തു. അതിൻ്റെ മെയിൻ ഖിബില എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് ഈ കാഷ്ടവും മറ്റ് വൃത്തികേടുകളൊക്കെ ഇങ്ങനെ തേച്ച് വെച്ച് മുഴുവൻ അലങ്കോലാക്കി. പിറ്റേന്ന് രാവിലെ ഈ അബ്രഹത്തും സംഘമൊക്കെ വരുമ്പം ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അകത്ത് ഇവർ കാണുന്നത് ഇത്രയും മോശമാക്കപ്പെട്ട സാധനങ്ങളും ഇങ്ങനെ ചേർത്ത് ഇതാക്കി അലങ്കോലമാക്കപ്പെട്ട, വൃത്തികേടാക്കപ്പെട്ട രീതിയിലാണ് ഇത് കാണുന്നത്. അയാൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇങ്ങനെ അറബികളാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അയാൾക്ക് ദേഷ്യം കൊണ്ട് അയാൾ ഹലഫ, സത്യം ചെയ്തു,
ലയഹ്ദിമന്നൽ കഅബ, ഇതിന് പകരമായിട്ട് ഇത് ചെയ്ത അറബികളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ കഅബ ഞാൻ പൊട്ടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇയാൾ ശപഥം ചെയ്തു. അതാണ് ആനപ്പടയോട്ടത്തിൻ്റെ തുടക്കം, ആനക്കലഹത്തിൻ്റെ തുടക്കം. അവിടെ നിന്ന് ഇയാൾ ശപഥം ചെയ്ത് നജാഷി രാജാവ് ഇങ്ങനെ കത്തെഴുതി, നമ്മൾ നിർമ്മിച്ച, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ച, അങ്ങയുടെയും നമ്മുടെയും ഒക്കെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തീർത്ഥാടന കേന്ദ്രമാക്കി ലോകത്തിലെ തന്നെ ഒരു മഹാത്ഭുതമാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തെ ഇങ്ങനെ അവർ മോശമാക്കിയിട്ടുണ്ട്. അതിന് പകരം വീട്ടാൻ വേണ്ടി ഞാൻ പോവുകയെന്ന് പറഞ്ഞ് നജാഷി രാജാവിന് കത്തെഴുതിയപ്പം നജാഷി രാജാവ് ഏകദേശം ഒരു വലിയ സൈന്യത്തെ ഇയാൾക്ക് അയച്ചു കൊടുത്തു സഹായമായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 13 ആനയെയും നജാഷി രാജാവ് അയച്ചു കൊടുത്തു. അന്ന് അറബികൾക്കിടയിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അവർക്ക് ആനയെ തീരെ പരിചയമില്ലായിരുന്നു, അവർക്ക് ഒട്ടകങ്ങളെയായിരുന്നു പരിചയമുണ്ടായിരുന്നത്. അപ്പോൾ അറബികൾക്ക് തീരെ പരിചയമില്ലാത്ത 13 ആനകളുടെ കൂട്ടത്തിൽപ്പെട്ട 13 എണ്ണത്തെ നജാഷി രാജാവ് അയച്ചു കൊടുത്തു. ആ 13 ആനകളുടെ കൂട്ടത്തിൽ ഒന്ന് നജാഷി രാജാവിൻ്റെ തന്നെ പേഴ്സണലായ പ്രധാനപ്പെട്ട ഒരു ആന ഉണ്ടായിരുന്നു, മഹ്മൂദ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ അടക്കം 13 ആനകളെ അയച്ചു കൊടുത്തു. അപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു സൈന്യത്തെ അവർ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു, ആനപ്പട. അതുകൊണ്ടാണ് ആനപ്പട എന്ന പേരിൽ ആ സൈന്യം പ്രസിദ്ധമാകാനുള്ള കാരണം. അപ്പോൾ അറബികൾ മുഴുവൻ പേടിച്ചു. 2 കാരണങ്ങൾ കൊണ്ടാണ് പേടിച്ചത്. കാരണം ഇതുവരെ മുഴുവൻ ചരിത്രത്തിലുടനീളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ സൈന്യത്തെയാണ് അവർ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആനകളുണ്ട്, ആനപ്പടയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എങ്ങനെ നേരിടണമെന്ന് തന്നെ കുറിച്ചിട്ട് ഒരറിവുമില്ല, ഒന്നത്. രണ്ടാമത്തത്, ഈ പട ഇറങ്ങിപ്പുറപ്പെട്ടത് അവരുടെ മനസ്സിൽ അവർ അതിമഹത്തായി കണക്കാക്കുന്ന, അതിപവിത്രമായി കണക്കാക്കുന്ന കഅബയെ, ബൈത്തുള്ളയെ, അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ വേണ്ടിയാണ് ഒരു സൈന്യം പുറപ്പെട്ടിരിക്കുന്നത്. ഈ 2 കാരണങ്ങൾ ആലോചിച്ചിട്ട് അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും എല്ലാവരും വളരെയധികം പേടിയിലും ഭയത്തിലുമായി തിരികെയും ചെയ്തു. അങ്ങനെ അബ്രഹത്തും സംഘവും അവൻ്റെ ഈ ആനപ്പടയുമായിട്ട് കൂടെ ഏകദേശം 40,000 അല്ലെങ്കിൽ 60,000-ഓളം വരുന്ന സൈനികരുമായിട്ട് പതുക്കെ മക്കയെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. കഅബയെ തകർക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ്. അവൻ്റെ യാത്ര ഇങ്ങനെ നീളുന്ന സമയത്ത് തൽക്കാലം നമ്മളിവിടെ നിന്ന് ബ്രേക്ക് എടുക്കുകയാണ്. ബാക്കി അവൻ്റെ യാത്രയിൽ എന്ത് സംഭവിച്ചു, മക്കത്തെത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു, നമുക്കറിയാവുന്ന ചരിത്രങ്ങളാണ്. എന്നാലും നമുക്കറിയാത്ത ചില വിശദീകരണങ്ങളോടുകൂടി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. നിർത്തുന്നതിന് മുമ്പ് ഈ ദൂനുവാസ് എന്ന് പറഞ്ഞ ആൾ ഒരു വലിയ കടങ്ങ് തയ്യാറാക്കി അതിലേക്ക് മുഅ്മിനീങ്ങളെ ഇട്ട് കൊന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറുങ്ങനെ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഈ ദൂനുവാസ് ഈ കടങ്ങിലിട്ട് എന്നുള്ളത് ഉറപ്പാണ്, ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് തന്നെയാണോ സൂറത്തുൽ ബുറൂജിൽ പറഞ്ഞ, അല്ലെങ്കിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതേ സംഭവം തന്നെയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ചരിത്രത്തിൽ മുശ്രിക്കീങ്ങൾ, ശത്രുക്കൾ ഒന്നിലധികം പ്രാവശ്യം മുഅ്മിനീങ്ങളെ തീക്കുണ്ടാരം ഒരുക്കിയിട്ട്, തീ കടങ്ങുകൾ ഒരുക്കിയിട്ട് അതിലിട്ട് കൊന്നിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യമൊന്നുമല്ല, ഒരുപാട് പ്രാവശ്യം കൊന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ ദൂനുവാസിൻ്റെ കാലഘട്ടത്താണ്. ഇത് തന്നെയാണോ അസ്ഹാബുൽ ഉഖ്ദൂദ്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്ന സൂറത്തിൽ പറയുന്ന അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കുട്ടിയുടെ സംഭവം ഇത് തന്നെയാണോ അതല്ല വേറെയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ദൂനുവാസിൻ്റെ സംഭവം തന്നെയാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്, വസ്സമാഇ ദാത്തിൽ ബുറൂജിൽ പറയുന്ന സംഭവം എന്ന് ചില പണ്ഡിതന്മാർ പറയുമ്പോൾ, മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ദൂനുവാസിൻ്റെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. എന്നാൽ അസ്ഹാബുൽ ഉഖ്ദൂദിൻ്റെ സംഭവം അത് പണ്ട് ബനൂ ഇസ്രായേലുകൾക്കിടയിൽ നടന്നതാണ്, കുറച്ചും കൂടി മുമ്പ് നടന്ന സംഭവമാണ്. രണ്ടും വേറെ വേറെയാണ് എന്ന് പറയുന്നുണ്ട്. അത് ചരിത്രകാരന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ വസ്സമാഇ ദാത്തിൽ ബുറൂജിൻ്റെയോ മറ്റോ വിശദീകരണത്തിൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുട്ടിയെക്കുറിച്ച് പറയുന്ന ഹദീസിൻ്റെ വിശദീകരണത്തിലൊക്കെ അത് കുറച്ചും കൂടി മുമ്പ് നടന്ന സംഭവമാണെന്ന് പറയുമ്പം അത്ഭുതപ്പെടേണ്ട, ബേജാറാവേണ്ട. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടും 2 സംഭവമാണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളെ ബാധിക്കുന്നത് ദൂനുവാസിൻ്റെ കാലഘട്ടത്ത് എന്തായാലും തീയിലിട്ടിട്ട് മുഅ്മിനീങ്ങളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ പോയിട്ട് പരാതി പറഞ്ഞപ്പോഴാണ് നജാഷി രാജാവ് ഒരു സൈന്യത്തെ യമനിലേക്ക് അയക്കുന്നത്. ആ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു സൈനിക കമാൻഡറായിരുന്നു അബ്രഹത്ത്. അവനാണ് പിന്നീട് യമനിലെ രാജാവായി മാറുന്നത്. അവനാണ് പിന്നീട് കഅബ തകർക്കാൻ വേണ്ടി വരുന്നത്. കഅബ തകർക്കാൻ വരുന്ന വഴിയിൽ എന്ത് സംഭവിച്ചു, മക്കത്തെത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.